പിഞ്ചു കുഞ്ഞുങ്ങളാ, പക്ഷെ ഞങ്ങൾ പറയുന്നത് അനുസരിക്കുന്നില്ല. സ്നേഹിതരെ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പോലും, 4ൽ പഠിക്കുന്ന കുഞ്ഞു പോലും അപ്പനെയും അമ്മയെയും അനുസരിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. എവിടെ നോക്കിയാലും സമാധാനമില്ല. മദ്യത്തിന്റെ ഉപയോഗം അനിയന്ത്രിതമായി പെരുകിക്കൊണ്ടിരിക്കുന്നു. പിഞ്ചു കുഞ്ഞുങ്ങൾ അപ്പൻ കുടിച്ചിട്ട് കൊണ്ടുവന്ന് വയ്ക്കുന്ന ബ്രാൻഡി കുപ്പിയുടെ അടിയിൽ കിടക്കുന്ന തുള്ളികൾ അവർ രുചി നോക്കി അവർ മദ്യപാനത്തിന് അടിമകളായി മാറുന്ന കാഴ്ച. ഞങ്ങളായിരിക്കുന്ന ഇവിടെ മണ്ണുത്തി എന്ന സ്ഥലത്ത് ഞങ്ങൾ ഇടയ്ക്ക് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവിടെ പഠിക്കാൻ വരുന്ന കുഞ്ഞുങ്ങൾ, ആണും പെണ്ണും, ഒരു പരിസരബോധവുമില്ലാതെ അവർ ഒരുമിച്ച് വന്നിരുന്ന് സിഗരറ്റ് വലിക്കുന്ന കാഴ്ച ഞങ്ങൾ പലപ്പോഴും കാണുന്നതാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ആൺകുട്ടികളാണ് സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ഒരു പെൺകുട്ടി ഒരു മടിയും കൂടാതെ അത് ചെയ്യുന്ന കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ 2025 നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അർത്ഥം മനുഷ്യന് പാപം ചെയ്യാൻ ഒരു മടിയുമില്ലാത്ത അവസ്ഥ. ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ആ പെൺകുഞ്ഞുങ്ങളെയൊക്കെ നമ്മുടെ തെക്കൻ ജില്ലകളിൽ നിന്നും ദൂര സ്ഥലങ്ങളിൽ നിന്നും എഞ്ചിനീയറിങ്ങും അതുപോലെ വെറ്റിനറി സയൻസും അഗ്രികൾച്ചറൊക്കെ പഠിക്കാൻ വേണ്ടി ഈ നാട്ടിലേക്ക് വിട്ടിട്ട് അവർ ഇവിടെ കാണിച്ചു കൂട്ടുന്ന കാഴ്ച കണ്ടാൽ അവര് അപ്പനും അമ്മയ്ക്ക് സഹിക്കില്ല. എന്താണ് സ്നേഹിതർ, ഞങ്ങൾക്ക് അങ്ങനെ വിവരിക്കാൻ തുടങ്ങിയാൽ അനേക കാര്യങ്ങൾ വിവരിക്കാനുണ്ട്. മയക്കുമരുന്നിന്റെ ഉപയോഗം, MDMA ഉപയോഗം, കഞ്ചാവിന്റെ ഉപയോഗം അനിയന്ത്രിതമായി ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. എന്താ നമ്മുടെ സർക്കാർ എന്തെല്ലാം പ്രോഗ്രാമുകളാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ലഹരിയുടെ ഉപയോഗം നിത്യമായ മയക്കത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നു എന്ന മുദ്രാവാക്യവുമായി നമ്മുടെ ഗവൺമെന്റ് അവർ അക്ഷീണമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ പോലീസ് അധികാരികൾ, എക്സൈസ് അധികാരികൾ അവർ തങ്ങളാലാവോളം ഇതിനുവേണ്ടി എല്ലാം പ്രയത്നിക്കുന്നു. അവർക്കിതിനെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്നേഹിതരെ, എന്താണ് ചോദിച്ചാൽ മനുഷ്യനിൽ അധിവസിക്കുന്ന പാപമാണ് മനുഷ്യനെ ഈ തിന്മ പ്രവൃത്തികൾക്ക് അധീനരാക്കി മാറ്റുന്നത്. നമുക്കറിയാം, നിസ്സാര കാര്യത്തിന് ആത്മഹത്യ ചെയ്യുന്നു, നിസ്സാര കാര്യത്തിന് വിവാഹമോചനം നടത്തുന്നു. പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത് സാംസ്കാരിക കേരളമാണ്. ഞങ്ങളിങ്ങനെ പല സ്റ്റേറ്റുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ എവിടുന്നാണ് വരുന്നത്? അപ്പൊ ചോദിക്കുക, ഞാൻ മലയാളിയാണെന്ന്. സ്നേഹിതരെ, നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളിയാണെന്ന് പറയാൻ നമ്മൾ അഭിമാനിക്കുന്നവരാണ്. അങ്ങനെ അഭിമാനിക്കുന്ന ചില ചുരുക്ക സംസ്ഥാനങ്ങൾ മാത്രമേ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തുള്ളൂ. ഒരു പഞ്ചാബി അഭിമാനിക്കും. അങ്ങനെ ചില സ്റ്റേറ്റുകാർ മാത്രമേ അവരുടെ സ്റ്റേറ്റിന്റെ പേരിൽ അവര് അഭിമാനിക്കുന്നവരുള്ളൂ. പക്ഷേ നമ്മൾ മലയാളികൾ, ഞാനൊരു മലയാളിയാണെന്ന് ലോകത്തിന്റെ ഏത് മുക്കിലും മൂലയിലും പോയി പറയാൻ നമ്മൾ അഭിമാനിക്കുന്നവരാണ്. മലയാളി നമ്മുടെ രാജ്യം തന്നെ നമ്മുടെ കേരളം തന്നെ അറിയപ്പെടുന്നത് ദൈവത്തിന്റെ സ്വന്തം നാടെന്നാണ്. സംസ്കാരം കൊണ്ട്, വിദ്യാഭ്യാസം കൊണ്ട്, പ്രകൃതി രമണീയമായ ഭംഗി കൊണ്ട്, കാലാവസ്ഥ കൊണ്ടെല്ലാം ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് നമ്മുടെ കേരളം അറിയപ്പെടുന്നത്. ദൈവ സാക്ഷാൽ ലോകത്തിന്റെ രക്ഷകൻ ജനിച്ച സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. ഇസ്രായേൽ പോലും ഇങ്ങനെ അറിയപ്പെടുന്നില്ല. പക്ഷെ നമ്മുടെ കൊച്ചു കേരള ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അറിയപ്പെടുന്നു. സ്നേഹിതരെ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദേശത്ത് കേൾക്കാത്ത, നമ്മുടെ മുമ്പിലത്തെ തലമുറ കേൾക്കാത്ത വാർത്തകളാണ് ഇന്ന് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നത് നമുക്ക് വാർത്തയെ അല്ലാതായിരിക്കുന്നു. നമുക്കറിയാം, ഡൽഹിയിൽ ഒരു പെൺകുട്ടി ക്രൂരപീഡനത്തിനിരയായി മരിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സമൂഹം ഒരു പ്രതിജ്ഞയെടുത്തു, ഇനി ഒരു പെങ്ങന്മാർക്കും ഒരു യുവതികൾക്കും ഒരു പെണ്ണിനും ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രതിജ്ഞ നമ്മൾ എടുക്കാനിടയായി തീർന്നു. നിങ്ങൾക്കറിയാമോ സ്നേഹിതരെ, പിറ്റേ ദിവസം മുതൽ നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നത് ബലാത്സംഗങ്ങളുടെ പരമ്പരയാണ്. ഒരു സീരിയൽ പരമ്പര പോലെ ബലാത്സംഗങ്ങളുടെ പരമ്പര ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം, വാളയാർ പീഡന കേസ്, അങ്ങനെ എത്രയോ സ്വന്തം അപ്പനും അമ്മയും കുഞ്ഞുങ്ങളെ അവരെ നശിപ്പിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പണത്തിന് വേണ്ടി എന്തും മനുഷ്യൻ ചെയ്യുന്ന അപ്പനെന്നോ അമ്മയെന്നോ പെങ്ങളെന്നോ ഭാര്യയെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ലാതെ പണത്തിന് വേണ്ടി, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മനുഷ്യൻ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു കാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത്. പ്രായമായ അല്ല, ഒരു
പിഞ്ച് പെൺകുഞ്ഞിനെ സ്വന്തം അപ്പന്റെ കയ്യിൽ സുരക്ഷിതമായി കൊടുത്തിട്ട് മാതാവിന് പുറത്തു പോകാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. സ്നേഹിതൻ, നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ദിവസം മാളയിൽ 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു അടുത്തുള്ള യുവാവ് പീഡിപ്പിക്കാൻ നോക്കി. ആ കുഞ്ഞ് എതിർത്തപ്പോൾ ആ കുഞ്ഞിനെ അടുത്തുള്ള ഒരു കുളത്തിൽ മുക്കിക്കൊല്ലാനിടയായി തീർന്നു. ആ വാർത്ത നമ്മളെല്ലാം ദൃശ്യമാധ്യമങ്ങളിലൂടെ എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടെല്ലാം എത്രയോ ഭീകരമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ബൈബിൾ പ്രകാരം പറയുന്നു, അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും നിഷ്ഠൂരന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരായി തീരുമെന്ന് വിശുദ്ധ ബൈബിൾ അസന്നിഗ്ധമായി വിളിച്ചു പറയുകയാണ്. സ്നേഹിതരെ, അതല്ല നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ അമ്മയെ നോക്കി കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുന്നു. അമ്മേ, ഞങ്ങളെ ഇട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ കരയുമ്പോൾ അമ്മ സ്വസ്നേഹം കൊണ്ട് തനിക്ക് അല്പം നിമിഷത്തെ നൈമിക സുഖത്തിന് വേണ്ടി സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ച് കരഞ്ഞ് നിലവിളിക്കുന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് വേറൊരുത്തിന്റെ കൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾക്കറിയാമോ സ്നേഹിതരെ, കടന്നുപോയിട്ട് നമ്മൾ ചില ദിവസങ്ങൾ, ചില മാസങ്ങൾ കഴിയുമ്പോൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത്, ആ യുവതിയുടെ മൃതദേഹം ചിലപ്പോൾ റോഡരികിലോ ചില പുഴയിലോ പൊങ്ങിയെന്നാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ ഈ ശബ്ദപരിധിക്കുള്ളിൽ ഏതെങ്കിലും സഹോദരിമാരെ അങ്ങനെ വിവാഹേതര ബന്ധവുമായി ആരെങ്കിലും ഉണ്ടെങ്കിൽ, സഹോദരി, ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, അതൊരിക്കലും താങ്കൾക്ക് അത് നല്ലതല്ല. താങ്കളുടെ ജീവിതം നശിപ്പിക്കുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അങ്ങനെ ഭാര്യയും ചങ്ക് പോലെ സ്നേഹിക്കുന്ന ഭാര്യയും കുഞ്ഞുങ്ങളും പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപ്പനെ നോക്കി കരയുക, ഭർത്താവിനെ നോക്കി കരയുക. പക്ഷെ അവൻ ഒരു കൂസലും കൂടാതെ ഇന്നലെ വഴിയിൽ കണ്ട് പരിചയപ്പെട്ട, ബസ്സിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ട ഒരു യുവതിയിലൂടെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യൻ സ്വസ്നേഹികളായി മാറി തങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി അവർ എന്തും ചെയ്യാൻ കഴിയാത്തൊരു കാലഘട്ടത്തിലേക്ക് വന്നു. സ്നേഹിതരെ, അതിന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മനുഷ്യൻ വസിക്കുന്ന തിന്മയാണ്. അതിന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മനുഷ്യൻ വസിക്കുന്ന പാപമാണ്. സ്നേഹിതരെ, പാപം നമുക്ക് ഇവിടെ എല്ലാവർക്കും ഏകദേശം അറിയുന്ന, അനേക പ്രാവശ്യങ്ങൾ ഇവിടെ സുവിശേഷ പ്രസംഗം നടന്നിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാപത്തിൽ നിന്ന് മോചനം കൊടുക്കാമെന്ന് പറഞ്ഞ ഒരേ ഒരാൾ സാക്ഷാൽ യേശുക്രിസ്തു മാത്രമാണ്. പാപവിമോചകൻ യേശുക്രിസ്തു മാത്രമാണ്. ഇവിടെ നമ്മൾ എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്താലും, നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ നിയമപാലകര്, അവരെന്തെല്ലാം അവര് അക്ഷീണ പരിശ്രമം ചെയ്താലും ഈ പാപത്തിന് പരിഹാരം കിട്ടുവാൻ കഴിയുകയില്ല. ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ ഇവിടുത്തെ ഒരു സംവിധാനങ്ങൾക്ക് കഴിയുകയില്ല. സ്നേഹിതരെ, ലോകത്ത് ഒരു മതവും ഒരു പ്രസ്ഥാനവും ഒരു സംഘടനയും ഒരു ഗവൺമെന്റും ഒരു വ്യക്തിയെയും രൂപാന്തരപ്പെടുത്തിയ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ല. നിങ്ങൾക്കറിയാമോ സ്നേഹിതരെ, ആഫ്രിക്കയിൽ മനുഷ്യരെ ഭക്ഷിക്കുന്ന നരഭോജികളെ നരസ്നേഹികളാക്കി മാറ്റിയത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുക്രിസ്തുവിന്റെ സ്നേഹമാണ്. സ്നേഹിതരെ, ലോകത്തിലെ ഓരോ ഈശങ്ങൾക്കും ഓരോ പ്രസ്ഥാനങ്ങൾക്കും മനുഷ്യന്റെ ജീവിതത്തിൽ രൂപാന്തരം കൊടുക്കാൻ കഴിയില്ല. അവരെ നമുക്കറിയാം, ഇന്ന് കൊലകളും സംഘടനകളും രക്തം ചിന്തലൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലല്ലേ? ഒരു മടിയും കൂടാതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ വെട്ടുവാനും കൊല്ലുവാനും ബോംബെറിഞ്ഞ് കൊല്ലാനൊക്കെ ഇന്ന് നടക്കുന്ന നമ്മൾ കേൾക്കുന്ന വാർത്തയല്ലേ സ്നേഹിതരെ? അങ്ങനെയുള്ള കുടുംബങ്ങൾ അനാഥരാകുന്ന വാർത്തയും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ആർക്കും ഒരു മനുഷ്യ രൂപാന്തരം കൊടുക്കാൻ കഴിയില്ല. ദൈവത്തിന് മാത്രമേ, യേശുവിനെ മാത്രമേ ഒരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുള്ളൂ. ഞങ്ങൾ വേഗത്തിൽ ഞങ്ങളുടെ വാക്കുകൾ ചുരുക്കാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ വാക്കിന്റെ അർത്ഥം രക്ഷകൻ, മോക്ഷദാതാവ്, പ്രാണദാതാവ് എന്നാണ്. യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവൻ, സർവശക്തനായവൻ, പാപം കൂടാതെ മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ച ദൈവം മനുഷ്യനോട് കൂടെ വസിപ്പാൻ ആഗ്രഹിച്ചു. പക്ഷേ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോകാനിടയായി തീർന്നു. അകന്നുപോയ മനുഷ്യനെ തേടി അഖിലാണ്ടത്തിന്റെ ഉടയവൻ, ഈ കത്തിജ്വലിക്കുന്ന സൂര്യനെ ഉണ്ടാക്കിയ തേജോമനായ ദൈവം ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വരുവാനിടയായി തീർന്നു. അതാണ് സ്നേഹിതരെ സാക്ഷാൽ യേശുക്രിസ്തു. അടുത്ത ആഴ്ച നമ്മുടെ ഈ ലോകം ഈസ്റ്റർ ആഘോഷിക്കാൻ പോകുകയാണ്. നിങ്ങൾക്കറിയാമോ ഈസ്റ്റർ എന്തിനാണെന്ന്? യേശു മാത്രമാണ് മരണത്തെ ജയിച്ച് എഴുന്നേറ്റവൻ. നിങ്ങൾക്കറിയാമോ സ്നേഹിതരെ, നമ്മുടെ കലണ്ടറിൽ ഒരു ഉയർപ്പനാൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് മാത്രമേ ഒരു ഉയർപ്പനാളുള്ളൂ. വേറെ ഭൂമിയിലെ ഓരോ മത നേതാക്കന്മാർക്കും, ഓരോ സാമ്രാജ്യ
രാഷ്ട്രീയ നേതാക്കന്മാർക്കും ആർക്കും ഒരു ഉയർപ്പ് നാളില്ല. ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമങ്ങളോട് ചെന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ തോൽപ്പിച്ച ഒരേ ഒരുവൻ ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും യേശുവിനെ കുറിച്ചല്ല ഇവിടെ പ്രസംഗിക്കുക. ഞാൻ പാർട്ടിക്ക് വേണ്ടി ഞാൻ EMSനെ കുറിച്ചോ AKGയെ കുറിച്ചൊക്കെ ഞാൻ പ്രസംഗിച്ച് നടന്നേനെ. തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ SSMAക്ക് വേണ്ടി ഇംഗ്ലീഷ് വിളിച്ച് നടന്ന എന്നെ ഇന്ന് അവരെ കുറിച്ച് പ്രസംഗിക്കാതെ ഇന്ന് യേശുവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള കാരണം മരണത്തെ തോൽപ്പിച്ച ഒരേ ഒരു ആൾ സാക്ഷാൽ യേശു ക്രിസ്തു മാത്രമാണ് പ്രിയരെ. അതുകൊണ്ട് യേശു പ്രകാരം അല്ലച്ചത്, എന്നിൽ വിശ്വസിക്കുന്നവൻ, ഞാൻ പുനരുദ്ധാനവും ജീവനമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് സ്നേഹിതരെ, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് പാപികളെ തേടി, പാപത്തെ വെറുത്ത് പാപത്തിന്റെ ശമ്പളമായ മരണമത്രയെന്ന് വിശുദ്ധ വചനം പറയുന്നു. അതിന് യേശു ക്രിസ്തു ആ പാപത്തിന്റെ ശമ്പളമായ മരണമെ തീർത്തുകൊണ്ട് സകല മാനവജാതിക്കും വേണ്ടി ഭൂമിയുടെ മധ്യസ്ഥലമായ പലസ്തീന മണ്ണിൽ 2 കള്ളന്മാരുടെ മധ്യ 3 ആടുകൾ മേൽ തൂക്കപ്പെട്ടു. അതാണ് അടുത്ത ആഴ്ച ഇവിടുത്തെ ലോകം ആഘോഷിക്കാൻ ഇരിക്കുന്നത്. സ്നേഹിതരെ, അങ്ങനെയാണെങ്കിൽ താങ്കളുടെ പാപപരിഹാരത്തിന് വേണ്ടി ആരും ഒന്നും ചെയ്തിട്ടില്ല, ലോകത്തെ ആരും ഒന്നും ചെയ്തിട്ടില്ല, യേശു മാത്രമേ പരിഹാരം വരുത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് താങ്കൾ ഇനി എവിടെയും പോകണ്ട, ഒരു നേർച്ചയോ കാഴ്ചയോ മലകളോ ഒന്നും കയറണ്ട. ഇരുന്ന ഇരിപ്പിൽ ഇരുന്നുകൊണ്ട്, കർത്താവേ, ഞാൻ പാപിയായ ഒരുവനാണ്, അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുമാറാകണമേ, എന്നെ ഞങ്ങളുടെ മകളാക്കി മാറ്റുമാറാകണമേ എന്ന് താങ്കൾ ഇരുന്ന ഇരിപ്പിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ താങ്കളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന് താങ്കളെ ദൈവത്തിന്റെ മകളാക്കി മാറ്റി നിത്യതയിൽ ചേർക്കുവാനിടയായി തീരും. സ്നേഹിതരെ, വിശുദ്ധ ബൈബിൾ പറയുന്നു, ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധി മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു. അതിനൊരു മാറ്റമില്ല സ്നേഹിതരെ. ദൈവം നിയമിച്ചതാണ്, അത് അലംഘനീയമായ നിയമമാണ്. അത് നമ്മൾ ഒരിക്കൽ മരിച്ചേ മതിയാവും. മരണത്തിനപ്പുറം ഒരു നിത്യതയുണ്ട് സ്നേഹിതരെ. താങ്കൾ ഇന്ന് മരിച്ചാൽ താങ്കൾ നിത്യത എവിടെയാണ്? അത് നിത്യതയാണ് സ്നേഹിതരെ. താങ്കൾ എത്ര വലിയ ഭാവിയാണെങ്കിലും, വ്യഭിചാരിയോ മോഷ്ടാവോ കൊലപാതകനോ ഏതുമായിക്കോട്ടെ, താങ്കളുടെ പാപത്തെ മോചിക്കാൻ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിനെ മാത്രമേ കഴിയുകയുള്ളൂ. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവുമൊക്കെ ശുദ്ധീകരിക്കുന്നു. എത്ര വലിയ പാപം യേശുവിന്റെ അടുക്കൽ വന്ന് കർത്താവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞാൽ, ഭാര്യ ക്ഷമിച്ചില്ലെങ്കിലും, ഭർത്താവ് ക്ഷമിച്ചില്ലെങ്കിലും, മക്കൾ ക്ഷമിച്ചില്ലെങ്കിലും, ഈ ലോകത്തിലെ ഒരുവരും താങ്കളുടെ പാപം ക്ഷമിച്ചില്ലെങ്കിലും യേശു താങ്കളുടെ പാപത്തെ ക്ഷമിക്കും. യേശു പാപികളെ തേടിയാണ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നതെങ്കിൽ സ്നേഹിതരെ, ഇനി യേശു വരാൻ പോകുന്ന പാപമില്ലാത്ത തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടിയാണ്. ഒരു മദ്യപാനിയെ ചേർക്കാൻ വേണ്ടിയല്ല, ഒരു കഞ്ചാവ് ഉപയോഗിക്കുന്ന വ്യക്തിയെ ചേർക്കാൻ വേണ്ടിയല്ല, ഒരു കൊലപാതകനെ ചേർക്കാൻ വേണ്ടിയല്ല, ഒരു വ്യഭിചാരിയെ ചേർക്കാൻ വേണ്ടിയല്ല സ്നേഹിതരെ, ഒരു മോഷ്ടാവിനെ ചേർക്കാൻ വേണ്ടിയല്ല സ്നേഹിതരെ. യേശു വരാൻ പോകുന്നത് പാപം കൂടാതെ നിൽക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കാൻ വേണ്ടി യേശു മധ്യാകാശത്തിൽ വരുന്ന സമയം ഏറ്റവും ആഗ്രഹമായി. സ്നേഹിതരെ, ഇനി ലോകം കേൾക്കാൻ പോകുന്ന വലിയ വാർത്ത എന്ന് പറയുന്നത്, ഈ ഭൂലോകത്തിൽ ഒരു കൂട്ടം മനുഷ്യരെ കാണാനില്ല. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കറിയാമോ, യേശു ജനിക്കുന്നതിന് 750 വർഷം മുമ്പ് പ്രവാചകർ പ്രവചിച്ചു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും. അങ്ങനെ 750 വർഷം കഴിഞ്ഞപ്പോൾ 10 പ്രസവിച്ച ഒരു സ്ത്രീ അല്ല യേശുവിനെ പ്രസവിച്ചത്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. ആ യേശു ഭൂമിയിലായിരുന്നപ്പോൾ ഇപ്രകാരം പറഞ്ഞു, സ്വർഗത്തിലേക്ക് കയറി പോകുന്ന തന്റെ ശിഷ്യന്മാർക്കാണ് മരിച്ച് മരണത്തെ തോൽപ്പിച്ച് 40 ദിവസം ഭൂമിയിൽ തന്റെ ശിഷ്യന്മാരുടെ കൂടെ ഇരുന്ന് അവരെ യേശു പഠിപ്പിച്ചതെല്ലാം അവരെ പ്രബോധിപ്പിച്ച് ഓർപ്പിച്ച് യേശു 40 ഉയർത്തെന്നിട്ട് 40ാമത്തെ ദിവസം തന്റെ ശിഷ്യന്മാർ കാണുക സ്വർഗത്തിലേക്ക് കയറിപ്പോയി. വിശുദ്ധ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഉയർത്തുന്ന ശേഷം 500 ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി. സ്നേഹിതരെ, ആ യേശു പറഞ്ഞു, യേശു ഉയരത്തിലേക്ക് കയറി പോകുമ്പോൾ ദൂതന്മാർ പറഞ്ഞു, അവൻ പോയതുപോലെ വീണ്ടും വരും. സ്നേഹിതരെ, അങ്ങനെയാണെങ്കിൽ യേശു വരാറായി. യേശു ഇന്ന് വന്നാൽ താങ്കൾ എടുക്കപ്പെടുമോ? അല്ല, താങ്കൾ ഇന്ന് മരിച്ചാൽ യേശുവിന്റെ വരമെങ്കിൽ താങ്കളുടെ ശരീരം രൂപാന്തരം പ്രാപിക്കുമോ? സ്നേഹിതരെ, ഇത് രണ്ടിൽ ഏതെങ്കിലും നടന്നേ പറ്റൂ. അതുകൊണ്ട് നിത്യമായ നരകമുണ്ട്, നിത്യമായ സ്വർഗമുണ്ട്. കെടാത്തത് ചാകാത്ത പുഴുവെന്ന് വിശുദ്ധ ബൈബിൾ പറയുന്ന ആ നരകത്തിലേക്കാണോ താങ്കളുടെ യാത്ര, സ്വർഗത്തിലേക്കാണോ? താങ്കൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിന്റെ കൽപ്പനയനുസരിച്ച് വിശുദ്ധിയോട് ജീവിക്കുന്ന ദൈവവൈതലാണെങ്കിൽ താങ്കളെ ചേർക്കാൻ വേണ്ടി യേശു വരാറായി. സ്നേഹിതരെ, ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് താങ്കളെ ഞങ്ങൾ സാധുവായി ക്ഷണിക്കുന്നു. എന്നെ സ്നേഹിപ്പാൻ ആരുമില്ല, ഞാൻ ഇന്ന് വിലപിക്കുന്ന വ്യക്തിയാണോ, ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തിയാണോ? താങ്കൾ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. താങ്കളെ ഭാര്യ സ്നേഹിച്ചില്ലെങ്കിലും, ഭർത്താവ് സ്നേഹിച്ചില്ലെങ്കിലും, മക്കൾ സ്നേഹിച്ചില്ലെങ്കിലും, അപ്പൻ അമ്മ സഹോദരങ്ങൾ സ്നേഹിച്ചില്ലെങ്കിലും, ഒറ്റപ്പെട്ട വ്യക്തിയാണെങ്കിലും താങ്കൾ യേശുവിന്റെ അടുക്കിലേക്ക് കടന്നു വന്നാൽ യേശു താങ്കളെ സ്നേഹിക്കും. താങ്കളെ രക്ഷിച്ച് താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി താങ്കളെ നിത്യതയിൽ ചേർക്കും. സ്നേഹിതരെ, ഞങ്ങൾ ഒരു ലജ്ജയും കൂടാതെ ഇവിടുന്ന് വിളിച്ചു പറയുന്ന കാരണം യേശു മാത്രമേ മരണത്തെ ജയിച്ചിട്ടുള്ളൂ.
ഉള്ളൂ. യേശു മാത്രമേ ഈ ലോകത്ത് അനേകരെ മരിച്ച് അടക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, നമ്മുടെ മഹാന്മാരുടെ കല്ലറകളെല്ലാം അടഞ്ഞു കിടക്കുകയാ. രാജ്ഘട്ടിൽ പോയ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ കല്ലറ അടഞ്ഞു കിടക്കുന്നു. അങ്ങനെ അനേകരുടെ കല്ലറകൾ ഭൂമിയിൽ അടഞ്ഞു കിടക്കുമ്പോൾ തുറക്കപ്പെട്ട ഒരു കല്ലറ യേശു ക്രിസ്തുവിന്റെ കല്ലറ മാത്രമാണ്. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഇവിടെ ഇല്ല എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അവർ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അതുകൊണ്ട് സ്നേഹിതരെ, യേശു വരാറായി. കാഹളം നമ്മൾ കേൾക്കുമ്പോൾ താങ്കൾ എടുക്കപ്പെടുമോ? സ്നേഹിതരെ, യേശുവിന്റെ ജനത്തിന് മുമ്പ് യേശു അങ്ങനെ ജനിക്കുമെന്ന് പറഞ്ഞ് നടന്നെങ്കിൽ ഞാൻ അടുത്ത ലോകം കാണാമോ സംഭവം അതാണ്. ആ ക്രിസ്തുവിന്റെ വരവെങ്കിലേക്ക് താങ്കൾ ഒരുക്കപ്പെടാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഈ സന്ദേശം കൈമാറുന്നത്. സ്നേഹിത, താങ്കൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങൾ സാധനം ക്ഷണിക്കുന്നു. താങ്കൾക്ക് വേണ്ടിയാണ് യേശു മരിച്ചത്. താങ്കൾക്ക് വേണ്ടിയാണ് അവസാനത്തുള്ള രക്തം യേശു ചൊരിഞ്ഞത്. ഞാനൊരു ക്രിസ്ത്യാനിയല്ല എന്ന് പറഞ്ഞാൽ യേശു ഇവിടെ ഒരു മതം ഉണ്ടാക്കാൻ വേണ്ടിയല്ല വന്നത്. യേശു സ്വർഗത്തിലേക്കുള്ള മാർഗമായാണ് കടന്നു വന്നത്. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, വേറൊരു മാർഗമില്ല സ്നേഹിതരെ, വേറൊരു മധ്യസ്ഥനില്ല. യേശു മാത്രമാണ് മാർഗം, യേശു മാത്രമാണ് മധ്യസ്ഥൻ. ഈ ക്രിസ്തുവിലേക്ക് നിങ്ങളെ സാദരം സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുമാറാകട്ടെ. ബഥേൽ ക്രിസ്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് ഫെലോഷിപ്പ് സെന്റർ മണ്ണുത്തിയുടെ ആഭിമുഖ്യത്തിൽ പുകവലി, മദ്യപാനം, മയക്കുമരുന്നിന്റെ ഉപയോഗം ജീവിതം തകർക്കുന്നു, ആത്മാരക്ഷ നഷ്ടപ്പെടുത്തുന്നു. യേശു ക്രിസ്തുവിലൂടെ പാപമോചനം, സമാധാന, സന്തോഷം വിഷയത്തെക്കുറിച്ചാണ് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് കൂടുതലായി അറിയണമെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹവാനും നിത്യനും പരിശുദ്ധനുമായി ഞങ്ങളുടെ സ്വർഗസ്ഥ നല്ല വാഴ്ത്തപ്പെട്ട പിതാവേ, ഇതേ സത്യത്തിന്റെ മാറ്റമില്ലാത്ത തിരുവചനം നിങ്ങൾക്ക് പറയുവാൻ കർത്താവിടെ ആക്കി തീർത്തല്ലോ. കർത്താവെ, പുകവലി, മദ്യപാനം, മയക്കുമരുന്ന് അഡീഷനായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് അതിൽ നിന്ന് വിടുവിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ അനേകരെ രക്ഷയുടെ പാതയിലേക്ക് കർത്താവ് എഴുന്നേൽപ്പിക്കണമേ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.